ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കുന്നത് ലീനിയർ സെർച്ചാണ്. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് സെർച്ചിങ്ങിൽ 2 ടൈപ്പ് ഉണ്ട്. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. അതിൽ ആദ്യത്തെ സെർച്ചിങ് ആണ് ലീനിയർ സെർച്ച് മെത്തേഡ്. സെർച്ചിങ് എന്ന് പറയുന്നത് അറേയുടെ ഒരു മെയിൻ ഓപ്പറേഷനാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. അറേ സെർച്ചിങ് അല്ലെങ്കിൽ സെർച്ചിങ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സെർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എലമെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യമോ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് സെർച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് നമ്മുടെ അറേയുടെ ഉള്ളിൽ എലമെൻറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലീനിയറായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ്, സെക്കൻഡ് കഴിഞ്ഞാൽ തേർഡ് എന്ന് പറയുന്ന രീതിയിൽ സെർച്ച് ചെയ്യുന്നതിനെയാണ് ലീനിയർ സെർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു അറേ ആണെങ്കിൽ ഈ അറേയിൽ 5 ലൊക്കേഷനുണ്ട്. ഇതിൽ 1, 3, 2, 4, 5 എന്ന് പറയുന്ന കുറച്ച് വാല്യൂസും ഉണ്ട്. ഇതിൽ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 0th ലൊക്കേഷൻ എടുക്കും, പിന്നെ ഫസ്റ്റ് ലൊക്കേഷൻ എടുക്കും, സെക്കൻഡ് ലൊക്കേഷൻ എടുക്കും, തേർഡ് ലൊക്കേഷൻ എടുക്കും, ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അറേനെ ഫുള്ളായിട്ട് 0th പൊസിഷൻ തൊട്ടിട്ട് നമ്മളെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. നമ്മൾ കൊടുക്കുന്ന എലമെൻറ്റുമായിട്ട് ഇത് സെയിം ആണോ എന്ന് നമ്മൾ നോക്കും. ആണെങ്കിൽ അറേയിൽ എലമെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാവും. അത് ഏത് പൊസിഷനിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്? ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് എൻറ്റയർ സെർച്ചിങ്ങിലും നമുക്ക് എന്ത് സാധിക്കും? എലമെൻറ്റിൻ്റെ ഇൻഡെക്സും കൂടി നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതാണ് സിമ്പിൾ ലീനിയർ അറേ എന്നെ പറയുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി പ്രോഗ്രാമാണ്. പ്രോഗ്രാമിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം. #stdio.h നമ്മൾ എന്നും പറയുന്നുണ്ട്. ഒരു സ്ട്രിങ്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയാണ് stdio.h എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റ് മെയിൻ മെത്തേഡാണ്. മെയിൻ ഫംഗ്ഷനാണ് ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത്. ഇൻറ്റ് തന്നെ ആയതുകൊണ്ട്, ഇൻറ്റ് മെയിൻ ആയതുകൊണ്ട് റിട്ടേൺ 0 നിർബന്ധമായിട്ടും വേണം. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റ് AO50 I N num. നമ്മൾ ഇത്രയും വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. AO50 എന്ന് പറയുന്നത് അറേയുടെ സൈസാണ്. 50 എലമെൻറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അറേയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഐട്രേഷൻ വേരിയബിളായിട്ട് I ഉണ്ട്. N എന്ന് പറയുന്നത് നം എന്ന് പറയുന്നത് നമുക്ക് ഇനി ബാക്കി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്രിൻ്റ് ഓഫ് ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. നെക്സ്റ്റ് എൻ്റെ ദ സൈസ് ഓഫ് ദ അറേ. അപ്പോൾ N ഇവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, സൈസ് ഓഫ് ദ അറേ. നമ്മളിപ്പോൾ 50 സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ 50ൽ ഒരു 10 ലൊക്കേഷനാണ് എടുക്കുന്നതെങ്കിൽ ആ അറേയുടെ സൈസ് എത്രയാണ്? ആ അറേയിലേക്ക് കൊടുക്കുന്ന എലമെൻറ്റുകളുടെ കൗണ്ടിനെയാണ് നമ്മൾ N ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്കാൻ ചെയ്തെടുത്തു. നെക്സ്റ്റ് printf enter the %d element in the array. ന്യൂ ലൈനിലോട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? എൻ്റർ ദ എലമെൻറ്റ്. ആ സൈസ് %d എന്ന് പറയുന്നത് അപ്പുറത്ത് കോമ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു n കൊടുത്തിട്ടുണ്ട്. ആ n എന്ന് പറയും നമ്മൾ സ്കാൻഎഫിൽ റീഡ് ചെയ്തിട്ടുള്ള n. ആ സൈസ് ഉണ്ടല്ലോ, ഒരു 10 എന്ന് പറയുന്ന സൈസ്, 10 എലമെൻറ്റ്. ആ 10 വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്ട്രിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ %d എലമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ നമ്മൾ അവിടെ കാണുമ്പോൾ 10 നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 എന്നുള്ള വാല്യൂ എവിടെ കാണിക്കും? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും. നെക്സ്റ്റ് കാണാം, ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. I is equal to 0, I less than n, I++. scanf %d AFI. എന്ത് ചെയ്തു? ith ലൊക്കേഷനിലേക്ക് 0th, ഫസ്റ്റത്തെ I എന്ന് പറയുന്നത് 0 ആണ്. ആ 0th ലൊക്കേഷനിലോട്ട് ഒരു അറേ എലമെൻറ്റ് ഞാൻ സ്റ്റോർ ചെയ്തു. അങ്ങനെ 10 എലമെൻറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് I less than n ഈക്വൽ ടു കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I ഈക്വൽ ടു 0 ആണ് നമ്മൾ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0 തൊട്ടിട്ട് n വരെ, അതായത് 10 വരെ കഴിഞ്ഞാൽ 11 എലമെൻ്റ് ആവും. 0 തൊട്ടിട്ട് 9 വരെയാണെങ്കിൽ 10 എലമെൻ്റ് ആവും. അതുകൊണ്ടാണ് ലെസ് ദെൻ കണ്ടീഷൻ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ കൊടുത്തു, I++. പിന്നെ നമ്മൾ റീഡ് ചെയ്തെടുത്ത് പിന്നെ എന്ത് ചെയ്തു? നമ്മൾ എൻ്റെ നമ്പർ ടു സെർച്ച്, ഏത് നമ്പറാണോ അറേയിലേക്കുള്ളത് അതിന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. നെക്സ്റ്റ് അതിന് നമ്മൾ റീഡ് ചെയ്തെടുത്തു. നം എന്ന് പറയുന്ന വേരിയബിൾ ആ സെർച്ച് ചെയ്യേണ്ട കീ എലമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. അത് സ്കാൻ ചെയ്തെടുത്തു. അതിനുശേഷം അറേയുടെ ഉള്ളിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം.
ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. നേരത്തെ പറഞ്ഞ അതേ ലൂപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലൂപ്പിൽ ഞാൻ എന്താണ് നോക്കുന്നത്? ഇഫ് എ ഓഫ് ഐ ഈക്വൽ ടു നം, അതായത് എ ഓഫ് ഐ ആദ്യത്തെ എലമെൻ്റ് ഏതാണ്? 0 ആണ്. എ ഓഫ് 0, ആ 0th പൊസിഷനിലെ എലമെൻറ്റ് ഈക്വൽ ടു നം ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് പ്രസൻറ്റ് ഇൻ ദ ലൊക്കേഷൻ, വീണ്ടും ഒരു പെർസെൻറ്റേജ് കൺട്രോൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, നമ്മ i+1. അത് നമ്മളിവിടെ ലൊക്കേഷനിൽ കണ്ടു. ആ കണ്ട ലൊക്കേഷനും ആ എലമെൻറ്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ പൊസിഷൻ ഏതാണ്, ആ നമ്പർ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ ഈ പൊസിഷനിലുണ്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മ എന്ന് പറയുന്നത് കീ എലമെൻറ്റ്. ഇപ്പം നമ്മ. പിന്നെ i+1 കൊടുക്കാൻ കാരണം നമുക്ക് കാണുമ്പോൾ 0th പൊസിഷനിൽ, ഇപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് വാല്യൂ എങ്കിലും കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അറേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 ആയതുകൊണ്ട് തന്നെ 0, 1th പൊസിഷനിലായിരിക്കും എലമെൻ്റ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾക്ക് വിസിബിൾ ആയിരിക്കുന്ന അറേ പൊസിഷൻ 2ഉം സിസ്റ്റത്തിന് അറിയാവുന്നത് 1ഉമാണ്. അപ്പോൾ ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ബ്രേക്ക് കൊടുത്തു. ഇഫ് ഐ ഈസ് ഈക്വൽ ടു n, ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും? എക്സിറ്റ് അടിക്കും. നെക്സ്റ്റ് ഐ ഈക്വൽ ടു n ആകുന്നത് വരെ നമ്മളിത് ലൂപ്പ് വർക്ക് ചെയ്തു. നമുക്കൊരു എലമെൻറ്റും പ്രസൻ്റ് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രിൻ്റ് %d ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ അറേ, റിട്ടേൺ 0. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് ഇങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് ഒന്ന് പോവാം. ഞാൻ പറഞ്ഞു 4 സ്പേസ് ഉള്ള ഒരു അറേയാണ്. 4, 3, 5, 1. ഇതിൽ 5 എന്ന് പറയുന്ന എലമെൻറ്റ് എത്രാമത്തെ സ്പേസിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു അറേ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ 4 സ്പേസാണ് ഉള്ളത്. പക്ഷേ 0 തൊട്ട് 3 വരെയാണ് ഇതിൻ്റെ ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്തെടുത്തു? അറേ റീഡ് ചെയ്തു. ആ അറേ കൂടെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ 0th പൊസിഷനിൽ 4 ആണ് ഫസ്റ്റ്, അതായത് എ ഓഫ് 0 4 ആണ്. എ ഓഫ് 0 4 ആണ്. നോട്ട് ഈക്വൽ ടു 5. നമ്മൾ പറഞ്ഞ നമ്മ എന്താണ്? 5 ആണ് വേണ്ടത്. പക്ഷേ നമുക്ക് 5 അല്ല, 4 ആണ്. നെക്സ്റ്റ് അത് വീണ്ടും ഒന്നും കൂടി നോക്കി ലൂപ്പിലോട്ട് കയറി. എ ഓഫ് 1 എന്താണ് വന്നത്? എ ഓഫ് 1 വന്നത് 3 ആണ്. എ ഓഫ് 2 എന്താണ്? 5 ആണ്. ഈ 5 എന്ന് പറയുന്നത് നമ്മുമായിട്ട് ഈക്വൽ ആണ്. സോ അതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. നമുക്ക് എണ്ണുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇൻഡെക്സ് ith വേരിയബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ ആക്കണമെങ്കിൽ എ ഓഫ് 5+1 കൊടുക്കണം. എ ഓഫ് 5+1 അല്ല, സോറി, നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഐയുടെ +1 വേണം നമുക്കിവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് 3 ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ i+1 എടുക്കാനായിട്ട് കാരണം. ഓക്കെ, എനിവേ നമുക്കിനി ഇത് കമ്പൈലറിട്ട് ചെയ്ത് നോക്കാം. ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ ഞാൻ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത പ്രോഗ്രാം. ഇത് ഇവിടെ റൺ ഐക്കൺ ഉണ്ട്. റൺ ഐക്കണിൽ പോയി. അപ്പോൾ എൻ്റെ അത് സൈസ് ഓഫ് ദ അറേ ഞാനൊരു 5 ആണ് കൊടുക്കുന്നത്. 5 എലമെൻറ്റ് ഇൻ ദ അറേ, 5 എലമെൻറ്റ്സ് കൊടുക്കണം. 10, 14, 12, 13, 11. സോറി, ഞാൻ ഒന്നും കൂടി റണ്ണ് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ഞാൻ കൊടുക്കുകയാണ്. 5, 10, 14, 12, 15, 11. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ടു ബി സെർച്ച്, ഞാൻ കൊടുക്കുന്ന നമ്പർ 12 എന്ന് പറയുന്ന നമ്പർ നമുക്കതിൽ ഉണ്ടോ നോക്കാം. ഇത് പ്രസൻറ്റ് ഇൻ ദ ലൊക്കേഷൻ 3, തേർഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ i+1 കൊടുക്കാനുള്ള കാരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ നോക്കുകയാണ്. 5,
എഗെയിൻ ഞാൻ എലമെൻ്റ് കൊടുക്കുന്നത് 10, 12, 15, 14, 11. എൻ്റെ നമ്പേഴ്സ് ഞാനിതിവിടെ 17 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുന്നത് 17. ഇറ്റ്സ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ അറേ. ഇപ്പോൾ 2 കേസും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.